പ്രൈസ് ദി ലോർഡ്. മഹാദൈവത്തിൻ്റെ അതിമഹത്വമുള്ള നാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവിൻ്റെ മഹാകൃപയിൽ ആശ്രയിച്ച് 119 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പഠിക്കുവാൻ, അല്പമായി ചിന്തിപ്പാൻ കർത്താവ് നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് 5 വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ നൽകി. ഇന്ന് നാം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാം 119 വേഴ്സ് 6. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ച് പോകയില്ല. ഭക്തൻ്റെ ഒരു ഉറപ്പാണ്, ഞാൻ ഒരിക്കലും ലജ്ജിക്കയില്ല, എൻ്റെ തല താഴുവാൻ ഇടയാകയില്ല. എന്തുകൊണ്ട് ഞാൻ ലജ്ജിക്കയില്ല? എന്തുകൊണ്ട് എൻ്റെ തല താഴേണ്ടി വരികയില്ല? ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ഒരു നിധി പോലെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 176 വാക്യങ്ങളിലൂടെ നാം ഒരു യാത്ര നടത്തിയാൽ ഇതിനകത്ത് ഭക്തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആശകൾ പറഞ്ഞിട്ടുണ്ട്, തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനകളുണ്ട്, സമർപ്പണങ്ങളുണ്ട്, ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുണ്ട്, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാനുള്ള പ്രതീക്ഷകളും അതിൻ്റെ ആഗ്രഹങ്ങളും പ്രത്യാശകളുമുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലൂടെയും യാത്ര ചെയ്യത്തക്ക ഒരു തിരുവചന ഭാഗമാണ് 119 സങ്കീർത്തനം. ഇവിടെ ദൈവഭക്തൻ പറയുന്നു, ഞാൻ ലജ്ജിക്കത്തില്ല. തൻ്റെ ആത്മവിശ്വാസമാണ്, തൻ്റെ കോൺഫിഡൻസാണ്, ദൈവത്തിലുള്ള തൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്. ഞാൻ ലജ്ജിക്കത്തില്ല. സ്തോത്രം. എന്നെ ലജ്ജിപ്പിക്കുവാൻ, എൻ്റെ തല താഴ്ത്തുവാൻ ആരെല്ലാം ശ്രമിച്ചാലും ഞാൻ ലജ്ജിക്കത്തില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു കൊട്ട വിത്തുമായി വിതയ്ക്കാൻ പുറപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഉപമയാണ്. ആ ഉപമയിൽ മറ്റു ദുർവ്യാഖ്യാനമൊന്നും ഉണ്ടാകാതിരിക്കാൻ കർത്താവ് തന്നെ ശാന്തമായി ശിഷ്യന്മാർക്കത് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിത്ത് പയറുമണിയോ ഗോതമ്പോ നെല്ലോ മറ്റൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനമാകുന്ന വിത്തിനെ കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. വ്യത്യസ്തമായ 4 അനുഭവങ്ങളുള്ള ഹൃദയത്തെ നമുക്കവിടെ കാണാൻ കഴിയും. ഹൃദയത്തിൻ്റെ 4 സ്ഥിതികളാണ്, 4 വ്യത്യസ്ത അനുഭവങ്ങളാണ്. കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ വിത്തുമായി വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിത്ത് വാരി വിതറി, കുറച്ച് വഴിയരികെ വീണു, പക്ഷെ അത് പറവജാതി കൊണ്ടുപോയി. കുറേ വിത്ത് പാറസ്ഥലത്ത് വീണു, വേരില്ലായികയാൽ മുളച്ചു വന്നു, വേരില്ലായികയാൽ ഉണങ്ങിപ്പോയി. കുറേ വിത്ത് മുള്ളിനിടയിൽ വീണു. ഇഹലോകത്തിലെ ചിന്തകൾ, ലൗകികതകൾ, ഉപജീവന ചിന്തകൾ എല്ലാം കൂടെ കയറി ഞെരുക്കി ആ വിത്തിന് വളരാൻ കഴിഞ്ഞില്ല. എന്നാൽ 4ാമത് കുറച്ച് വിത്ത് നല്ല നിലത്ത് വീണു. നല്ല നിലം നല്ല ഹൃദയമാണ്, ഒരുക്കപ്പെട്ട ഹൃദയം. ആ ഹൃദയത്തിൽ ഒരുക്കപ്പെട്ട നല്ല നിലത്ത് വീണ വിത്ത് വചനം 100 മേനി ഫലം കായ്ക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദുഷ്ടപിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നാം കേൾക്കുന്ന വചനം നമ്മിൽ പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് ആരംഭത്തിൽ തന്നെ ആ വചനത്തെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുക എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ ചാപ്റ്റർ 13 വേഴ്സ് 19 യേശു കർത്താവ് പറയുന്നു, കേൾക്കുന്നത് 2 ചെവിയിലൂടെ കേൾക്കുന്നത്
ഹൃദയത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ സാത്താൻ അത് എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം പിശാച് കൊണ്ടുപോകാതിരിക്കേണ്ടതിന്, പറവജാതികൾ കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അതിന് കൊടുക്കേണ്ട വാല്യൂ നൽകി, അതിന് കൊടുക്കേണ്ട മൂല്യം നൽകി വചനം നാം ഗ്രഹിക്കണം. വചനം ഗ്രഹിച്ചാൽ ആ നല്ല അംശത്തെ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഗ്രഹിച്ച് വാഗൊണ്ട് ഉരുവിട്ട് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയ യേശുക്രിസ്തുവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശു പിന്നെയും ചെന്ന് കവിണ് വീണ് ആ വചനം തന്നെ ചൊല്ലി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. എന്താ യേശു പിന്നെ ആവർത്തിച്ച വചനം? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. കേൾക്കുന്ന വചനം വിശ്വസിച്ച് പ്രഖ്യാപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിലൂടെയുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും വ്യാപരിച്ച് ഒരു നാളും ലജ്ജിക്കാത്ത നിലയിൽ ജയകരമാകുന്നൊരു ജീവൻ നയിപ്പാൻ നമുക്ക് ഈ മരുഭൂമിയിൽ ഇടയാകും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലെ 7 സഭകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ ദൂത് പറയുമ്പോൾ 6ാമത്തെ സഭയായ ഫിലേദൽഫിയ സഭയോട് പറയുന്നൊരു ദൂതിൽ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 10 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തിൽ ഞാനും നിന്നെ കാക്കും. എന്തുകൊണ്ട് കാക്കും? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. ഒരു പാട്ട് നമ്മൾ പാടാറില്ലേ? ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, നിത്യജീവന്റെ മൊഴികൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തയ്യാറായാൽ. പഴയ നിയമ പ്രമാണം കല്ലിൽ കൊത്തിയ പ്രമാണമാണെങ്കിൽ പുതിയ നിയമ പ്രമാണം ആത്മാവിൻ്റെ പ്രമാണമാണ്. അത് ഹൃദയമാകുന്ന മാംസപ്പലകയിലാണ് എഴുതുന്നത്. വചനം ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി അതിനെ സൂക്ഷിക്കുന്ന ഏതൊരു ദൈവപൈതലിനെയും ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തിൽ നിന്ന് കർത്താവ് കാക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആ പരീക്ഷാകാലത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്, ലോക ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനി മേലാൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം, ഗ്രേറ്റ് ട്രിബുലേഷൻ ഈ ഭൂമിയിൽ വരും. ഒരു ജാതി ഉണ്ടായത് മുതൽ കണ്ടിട്ടില്ലാത്ത ഒരു കഷ്ടകാലം. യിരെമ്യാ 30:7 പറയുന്നു, യാക്കോബിൻ്റെ കഷ്ടകാലം ഈ ഭൂമിയിൽ വരും. എതിർ ക്രിസ്തുവെന്ന നീചനായ ക്രൂരനായ ഭരണാധികാരിയുടെ കിരാതമായ ഭരണത്തിൻ്റെ കീഴിലൂടെ വിശുദ്ധ മണവാട്ടി സഭ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. എതിർ ക്രിസ്തു തൻ്റെ തേർവാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പേ ഇവിടെ കയറി വരിക എന്നുള്ള ഇമ്പമാർന്ന ശബ്ദം കേൾപ്പിച്ച് പാതിവൃത്യമുള്ള വചനം സൂക്ഷിക്കുന്ന മണവാട്ടിയെ മണവാളൻ കൊണ്ടുപോകും. ആസന്ന ഭാവിയിൽ വരുവാനുള്ള കഷ്ടത്തിൽ അകപ്പെട്ടു പോകാതെ വചനം കാക്കുന്നവരെ ദൈവം സൂക്ഷിക്കുമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലും നാനാ പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നിന്നെ മുടിക്കുവാനോ നിന്നെ തകർക്കുവാനോ അല്ല, നിന്നെ പണിതെടുത്ത് ഒരു പൊന്നാക്കി മാറ്റുവാൻ
ജീവിതത്തിൽ അനുഭവിക്കുന്ന ശാരീരിക മാനസിക കഷ്ടങ്ങളുടെ നടുവിൽ തകർന്നു പോകാതെ നിന്നെ സൂക്ഷിക്കുവാൻ. നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. അതുകൊണ്ട് കേൾക്കുന്ന വചനം നഷ്ടപ്പെട്ടു പോകാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജയകരമാകുന്ന ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഒരു നാളും നീ ലജ്ജിച്ചു പോകുകയില്ല. വചനം സൂക്ഷിക്കൂ, അനുഗ്രഹിക്കപ്പെടൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.